ബി.ജെ.പി സ്ഥാനാർത്ഥിയെ പാലക്കാട് തോൽപ്പിക്കുക മാത്രമല്ല വേരോടെ പിഴുതെറിയാൻ തുടങ്ങിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടം. പരാതിയോ കേസോ ഇല്ലാത്ത ഒരു സംഭവത്തിൽ ഒരു യുവ നേതാവിനെ തകർത്തുകളയാൻ ഇറങ്ങി പുറപ്പെട്ടവരുടെ കൂട്ടത്തിൽ ആരാണ് മുന്നിലെന്ന് പോലും പറയാൻ സാധിച്ചിരുന്നില്ല. അത്രയ്ക്കും ഒപ്പത്തിനൊപ്പമായിരുന്നു CPM-ഉം ബി.ജെ.പിയും മാങ്കൂട്ടം തകർക്കാൻ പടാപാടുപെട്ടത്. പാലക്കാട് കാലുകുത്തിക്കില്ല എന്ന് തന്നെയായിരുന്നു രണ്ട് പാർട്ടികളുടെയും തൊണ്ട പൊട്ടിയുള്ള മുദ്രാവാക്യം. ആ മുദ്രാവാക്യത്തിന് എന്ത് പറ്റിയെന്ന് ഞാനിവിടെ കൂടുതൽ പറയുന്നില്ല, എല്ലാവരും കണ്ടു ചിരിക്കുകയാണ്. അങ്ങനെ തനിക്ക് മുന്നിൽ തോറ്റോടിയ CPM-നെയും ബി.ജെ.പിയും വെല്ലുവിളിക്കാനൊന്നും മാങ്കൂട്ടം നിൽക്കുന്നില്ലെങ്കിലും അവരുടെ അടിത്തറ ഇളക്കി തന്നെ MLA പണി മതിയാക്കുകയുള്ളൂ എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ്. അതിലാദ്യം ബി.ജെ.പിയെ തന്നെയാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്. കാരണം അവരാണ് രണ്ടാം സ്ഥാനത്ത്. അവരാണ് MLA വളരെ മോശമായി ആക്രമിച്ചത്. അതിനുള്ള പ്രതികാരം ആരംഭിച്ചു കഴിഞ്ഞു രാഹുൽ മാങ്കൂട്ടം. പ്രമീള ശശിധരൻ എന്ന പാലക്കാട് മുനിസിപ്പൽ ചെയർപേഴ്സണെ സ്വന്തം പാർട്ടിയായ ബി.ജെ.പിക്കെതിരാക്കി മാറ്റിയാണ് രാഹുൽ കളി തുടങ്ങിയത്. നമുക്കറിയാം, കേരളത്തിൽ ബി.ജെ.പി ആദ്യം അധികാരം പിടിച്ച മുനിസിപ്പാലിറ്റി പാലക്കാടാണ്, മറ്റൊന്ന് പന്തളമാണ്. അങ്ങനെ രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു മുനിസിപ്പാലിറ്റി അധ്യക്ഷനെ തന്നെ ലക്ഷ്യം വെച്ച് രാഹുൽ നടത്തുന്ന ഈ നീക്കം വിജയിച്ചാൽ ബി.ജെ.പി പിരിച്ചുവിടുന്നതാണ് നല്ലത്. അതിന്റെ സൂചനകൾ ലഭിച്ചു വരികയാണ്. C. കൃഷ്ണകുമാറിനെ അങ്ങനെ നിരന്തര സ്ഥാനാർത്ഥിയാക്കുകയും തോൽക്കുകയും ചെയ്യുന്നതിൽ ഏറ്റവും അധികം പ്രതിഷേധിച്ച ബി.ജെ.പി നേതാവാണ് പ്രമീള ശശിധരൻ. അതായത് ഇപ്പോഴും ബി.ജെ.പിക്കുള്ളിലാണെങ്കിലും സന്ദീപ് വാര്യരുടെ ലൈനിൽ നിൽക്കുന്ന ഒരു നേതാവാണ് അവർ. അവരെ വെച്ച് തന്നെ രാഹുൽ തുടങ്ങിയ യുദ്ധം ബി.ജെ.പിയുടെ പാലക്കാട്ട് അന്ത്യം കണ്ടിട്ട് മാത്രമേ അവസാനിക്കുകയുള്ളൂ. ബി.ജെ.പി നേതൃത്വത്തിനും അത് മനസ്സിലായിരിക്കുകയാണ്. പ്രമീളയ്ക്കെതിരെ അതിനു മുൻപ് തന്നെ നടപടിയെടുക്കാനാണ് നേതൃത്വം ആലോചിക്കുന്നത്. നഗരസഭാ അധ്യക്ഷൻ ചെയ്തത് അരുതാത്ത കാര്യമാണെന്നും രാഹുലിനൊപ്പം ആ പരിപാടിയിൽ പങ്കെടുക്കാൻ പാടില്ലായിരുന്നെന്നുമാണ് ബി.ജെ.പി നേതൃത്വം പറഞ്ഞത്. പ്രമീള ശശിധരന് തെറ്റുപറ്റി, അവർ ചെയ്തത് പാർട്ടി വിരുദ്ധ നിലപാടാണ്. സംസ്ഥാന നേതൃത്വത്തെ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നും ബി.ജെ.പി ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇതും വിഭാഗീയതയുടെ ഭാഗം തന്നെയാണ്. പാൽ സൊസൈറ്റി മുതൽ പാർലമെന്റ് വരെ മത്സരിക്കാൻ പാലക്കാട്ടെ കൃഷ്ണകുമാർ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് സന്ദീപ് വാര്യർ പാർട്ടി വിട്ടപ്പോൾ കൃഷ്ണകുമാറിന് സ്ഥാനാർത്ഥിത്വം കൊടുത്തതാണ് ബി.ജെ.പി ഇത്രയും വലിയ തോൽവി ഏറ്റുവാങ്ങിയതെന്നാണ് പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ ഉറക്കെ വിളിച്ചു പറഞ്ഞത്. രണ്ടുപേരും കൃഷ്ണകുമാറിനെതിരെ എന്ന് മാത്രമല്ല, പാലക്കാട്ടെ എല്ലാ വിഭാഗീയതയ്ക്കും കാരണക്കാരൻ കൃഷ്ണകുമാർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നേതാക്കൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ കാലാവധി കഴിയാറായ പ്രമീള ശശിധരൻ സന്ദീപ് തന്നെ എന്നുള്ളതിന്റെ സൂചനയാണ് ലഭിക്കുന്നത്. മാത്രമല്ല, സന്ദീപ് വാര്യർക്ക് തവനൂർ സീറ്റ് നൽകുമെന്ന് ഉറപ്പിച്ച സ്ഥിതിക്ക് പാലക്കാട് മാങ്കൂട്ടം മാറി നിൽക്കുന്ന സാഹചര്യം ഉണ്ടായാൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി വരെ പ്രമീള വന്നുകൂടായികയില്ല എന്നാണ് ചില സൂചനകൾ വരുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടം വെറും വാഗ്വാദത്തിനും ചെറിയ തിരിച്ചടി നൽകാനുമല്ല കാത്തിരിക്കുന്നത്, മറിച്ച് പാലക്കാട്ടെ ബി.ജെ.പി വേരോടെ പിഴുതെറിയാൻ തന്നെയാണ് കളി തുടങ്ങിയിരിക്കുന്നത്. അതിൽ ആദ്യത്തേത് തുടങ്ങി സന്ദീപ് വരെ ഇറക്കുകയാണെങ്കിൽ ഇനി ഉള്ളത് പ്രമീള ശശിധരനെ ഇറക്കിയായിരിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന.